രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിച്ചതിന് ശേഷം മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുകയാണ്. ചില സമ്മാനങ്ങൾ കൊടുക്കുന്ന പരിപാടിയാണ് അവിടെ നിശ്ചയിച്ചിട്ടുള്ളത്. രാജ്യ പുരസ്കാർ ഉപകാരങ്ങൾ. സ്കൗട്ട്സിൻ്റെ പ്രസിഡന്റ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. യഥാർത്ഥത്തിൽ എന്നോട് ആലോചിക്കാതാണ് ഈ പ്രോഗ്രാം നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പോൾ സ്കൗട്ട്സിൻ്റെ സംസ്ഥാന ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ചടങ്ങിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്, പങ്കെടുക്കാൻ ഇറങ്ങുന്നുണ്ട്. ഞാൻ ഈ വായനാ ദിനമായതുകൊണ്ട് ഒരു 10 മിനിറ്റ് താമസിച്ചാണ് ചെന്നത്. ഞാൻ ചെന്നപ്പോൾ നിലവിളക്ക് കൊളുത്തി കഴിഞ്ഞു. നിലവിളക്ക് ആരെ മുമ്പ് വെച്ച് കൊളുത്തിയെന്ന് ചോദിച്ചാൽ ഭാരതാംബയുടെ, അതായത് RSSകാരുടെ ഓഫീസുകളിൽ വച്ചിരിക്കുന്ന ഒരു ചിത്രമുണ്ട്. അത് ഒരു ഭാരതം എന്ന് പറഞ്ഞ് അവരുടെ സങ്കല്പത്തിലുള്ള ഭാരതം ഒരു ചിത്രമുണ്ട്. അതിൽ ബഹുമാനപ്പെട്ട ഗവർണർ നിലവിളക്ക് കൊളുത്തി കഴിഞ്ഞു. ഞാൻ ചെന്നിരുന്നു. ഇരുന്ന ശേഷം സ്വാഗതം പറഞ്ഞു. സ്വാഗതം പറഞ്ഞ ശേഷം പ്രസംഗിക്കാൻ വിളിച്ചപ്പോൾ ഞാൻ പ്രസംഗിച്ചത് രാജ്യ പുരസ്കാരങ്ങൾ അവാർഡ് നേടുന്ന എല്ലാ സ്കൗട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികളെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. സംസ്ഥാന തലത്തിൽ ഒരു സ്കൗട്ടിനോ ഗൈഡിനോ ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ഈ രാജ്യ പുരസ്കാര അവാർഡുകൾ. ഞാനിവിടെ ഒരു വ്യത്യസ്തമായുള്ള ചടങ്ങാണ് കാണുന്നത്. ഇതൊരു സംസ്ഥാന ഗവൺമെൻറ്റും രാജ്ഭവനും തമ്മിൽ നടത്തുന്ന ഒരു ചടങ്ങാണ്. ആ ചടങ്ങിൽ ഒരു കാരണവശാലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ ഏതെങ്കിലും മറ്റ് സംഘടനയുടെയോ രീതികൾ അവലംബിക്കാൻ പാടില്ല. ഇവിടെ മഹാത്മാഗാന്ധിയുടെയോ അതല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയോ ചിത്രം വെച്ച് അതിൽ ഒരു വിളക്കുകൾ കത്തിച്ചിരുന്നുവെങ്കിൽ അത് നമ്മൾ അംഗീകരിക്കുമായിരുന്നു, മനസ്സിലാക്കുമായിരുന്നു. ഇത് ആരുടെ ചിത്രമാണ് വച്ചിരിക്കുന്നത് പോലും നമുക്ക് മനസ്സിലാകുന്നില്ല. മന്ത്രി അവിടെ എത്തിയപ്പോഴേക്കും അപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞത് ഇന്ത്യ രാജ്യമാണ്, ഭരണഘടനയാണ് രാജ്യത്തിൻ്റെ നട്ടെല്ല്. മറ്റൊരു രാഷ്ട്രസങ്കല്പവും അതിന് മുകളിലല്ല. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവിധ ആശംസകളും പറഞ്ഞ് ഞാൻ അതുകൊണ്ട് ഇത് എനിക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരു ചടങ്ങായതുകൊണ്ട് ഞാൻ ബഹിഷ്കരിച്ച് പോവുകയാണ്. എൻ്റെ പുറകെ ഞാൻ ബഹിഷ്കരിച്ചിറങ്ങിയതിൻ്റെ പുറകെ ഇതിൻ്റെ സംസ്ഥാന സെക്രട്ടറി പ്രഭാകരനും ബഹിഷ്കരിച്ച് ഇറങ്ങി. ഈ വേദിയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അവിടെ ഈ RSSൻ്റെ പരിപാടികൾ ഉപയോഗിക്കുന്ന ഭാരതാംബ ചിത്രം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ആ ചിത്രത്തിൻ്റെ മുന്നിലാണ് ചിത്രത്തിൻ്റെ മുന്നിലാണ് നിലവിളക്ക് കൊളുത്തിക്കൊണ്ട് നിൽക്കുന്ന ചടങ്ങാണ്. ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല. അപ്പോൾ ഈ വേദിയിൽ കയറിയില്ലേ മന്ത്രി? വേദിയിൽ കയറി ഞാൻ വേദിയിൽ കയറിയതും നിലവിളക്ക് കൊളുത്തി പൂർത്തീകരിച്ചു. ഞാൻ വേദിയിൽ കയറിയിരുന്നു. അദ്ദേഹം എനിക്ക് എന്നെ ഷേക്ക് ഹാൻഡ് ചെയ്ത് ഇരുന്നു. ഇതിന് മുമ്പാണ് പുഷ്പാർച്ചനയും ഈ വിളക്കുകൊളുത്തലൊക്കെ നടന്നത്. അപ്പോൾ ഈ ഭാരതാംബ ചിത്രത്തെക്കുറിച്ച് അവിടെ വേദിയിൽ പ്രതികരിച്ചായിരുന്നു. എങ്ങനെ പ്രതികരിച്ചു? സാധാരണ ഇത് ഏത് ചിത്രമാണ് ഇരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതോ ഒരു ചില രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടനകളുടെ ചിത്രമാണ് ഇരിക്കുന്നത്. ഇത് രാജ്ഭവനാണ്, സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട സ്ഥാപനമാണ്. രാജ്ഭവനും കേരള ഗവൺമെൻറ്റും തമ്മിൽ ഒരുമിച്ച് നടത്തുന്ന പ്രോഗ്രാമാണ്. അവിടെ ഈ ചിത്രത്തിന് മുന്നിൽ ഒരു വിളക്ക് കൊളുത്താൻ വേണ്ടി പാടില്ല. ഞാൻ അതിൽ പ്രതിഷേധിക്കുകയാണ്. എനിക്കിത് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഗവർണറോടുള്ള വ്യക്തിപരമായ പ്രതിഷേധമല്ല, ഇത് നമ്മുടെ കേരളത്തിൻ്റെ പ്രതിഷേധമാണെന്ന് കാണേണ്ടതാണ്. അത് മൈക്കിലാണോ? മൈക്കിൽ തന്നെ സംസാരിച്ച് ഗവർണറൊപ്പം എന്തായിരുന്നു? മൈക്കിൽ തന്നെ. ഞാൻ ഗവർണറെ നോക്കിയില്ലല്ലോ. മൈക്കിൽ നോക്കി കുട്ടികളെ നോക്കിക്കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗവർണർ ഒന്നും പ്രതികരിച്ചില്ലേ? വേറെ പ്രതികരണം ഒന്നും ഉണ്ടായില്ല. ഗവർണർ എങ്ങനെ പ്രതികരിച്ചു? ഗവർണറെ ആട്ടുകല്ലിൽ കാറ്റ് പിടിച്ചോലെ ഇരിക്കുകയായിരുന്നു. ഏതായാലും ഇത് വരുമ്പോൾ തന്നെ, അതായത് കഴിഞ്ഞ ദിവസം നോട്ടീസ് ആദ്യം തന്നെ നൽകിയ നോട്ടീസിൽ ഈ ലൈറ്റ്നിങ് ഓഫ് ലാമ്പ് ഭാരതാംബ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊടുത്തെന്നുള്ള ഒരു അറിയിപ്പ് ഉണ്ടായിരുന്നില്ല. രണ്ടാമത് തന്ന നോട്ടീസിൽ അതുണ്ടായിരുന്നല്ലേ? ലൈറ്റ്നിങ് ഓഫ് ലാമ്പ് എന്നുള്ളതും ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഇവിടെ എത്തുമ്പോൾ തന്നെ ഭാരതാംബ ചിത്രത്തിൽ പുഷ്പാർച്ചന ഉണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നോ? അറിയില്ല. ഇതൊന്നും ഒന്നും പറയുന്നില്ല. നമ്മൾ ആ ഇതിൽ കാണുന്ന ലൈറ്റിനിങ് ഓഫ് ലാമ്പെന്നില്ലേ കാണുള്ളൂ. അതല്ല, ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിലാണ് വിളക്ക് കൊടുത്തുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു. ഇതൊരു സർക്കാരിൻ്റെ പരിപാടിയാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടിയിൽ ഇങ്ങനെ ഇന്നലെ മുഖ്യമന്ത്രി എല്ലാം പറഞ്ഞത് ഒരു ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള ചിഹ്നങ്ങൾ മാത്രമേ ഉണ്ടാകൂ എന്നുള്ളത്. അപ്പോൾ അതിന് വിരുദ്ധമായാണല്ലോ ഇപ്പോൾ ഇത് രാജ്ഭവൻ RSSന്റെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. രാജ്ഭവനും മന്ത്രിമാരും തമ്മിലുള്ള തർക്കം തുടരുകയാണ്. രാജ്യ പുരസ്കാര വിതരണ ചടങ്ങിൽ ഇടയിൽ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ വിളക്കുകളെത്തി. അത് RSSന്റെ ഭാരതാംബയാണ്. അവിടെ വിളക്ക് കൊളുത്തുന്ന ചടങ്ങിൽ തനിക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്ന ശക്തമായ എതിർപ്പ് മുന്നോട്ട് വെച്ച് അത് ബഹിഷ്കരിച്ചു എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്.